അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തിന് അച്ഛനെ വിളിപ്പിച്ചു ചില ആളുകൾ, പാർട്ടിയുടെ കേഡർമാരായിട്ടുള്ള ആളുകൾ, നേതാവായിട്ടുള്ള സുധാകരന്റെ അച്ഛനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊന്നും നമ്മുടെ പാർട്ടിയുടെ ആളുകളിലൊന്നും അയാളുടെ പിതാവിനെ വിളിച്ച് അസഭ്യമൊന്നും പറയല്ല, അതൊന്നും ഞങ്ങളുടെ സംസ്കാരമല്ല, ഞങ്ങൾ ചെയ്യത്തുമില്ല. പിന്നെ ജെ സുധാകരൻ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടിയുമായി ഇത്രയും പതിറ്റാണ്ട് ബന്ധമുള്ള അതിപ്പോ പതിറ്റാണ്ട് ബന്ധമുള്ള എത്രയോ പേര് വലിയ ബന്ധമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ട് ചിലരെ ഞങ്ങൾ പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. എം മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാ, ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം, ഷൂവാ. അതിപ്പോ എനിക്കറിയത്തില്ല അവിടുത്തെ കാര്യങ്ങൾ. ആലപ്പുഴയിലെ കാര്യം അവരാ പറയുന്നത്. ആലപ്പുഴ എന്നാലും അയാള് പ്രസ്ഥാനം വിട്ടൊന്നും പോകുന്നൊന്നും ശരിയല്ല, അല്ലാതെ മത്സരിക്കുന്നതൊക്കെ തെറ്റാണ്. അയാൾ മന്ത്രിയായിരുന്ന ആളാണ്, ദീർഘനാൾ പാർട്ടിയുടെ സെക്രട്ടറി എന്ന് വേണ്ട. വൈകാരികമായ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം, അതിനെയൊക്കെ പാർട്ടി നേരിട്ട് പോവുകയുള്ളൂ. അതൊന്നും ഇല്ലെന്നേ. ഇല്ലെന്നേ. ഇതിനു മുമ്പ് എത്ര പേരെ പുറത്താക്കി, എന്നിട്ട് ഈ പാർട്ടിക്ക് എന്ത് പറ്റി? അവിടെയൊക്കെ പേരിപ്പൊ പറയുന്നത് മര്യാദകേടായോണ്ടാ ഞാൻ പറയാത്ത പുറത്താക്കിയവര്. പിന്നെ അല്ലാണ്ട് ഇപ്പൊ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്ന കെട്ടിയിട്ടില്ലാതെ എം മണിക്ക് ഇതിനകത്ത് തുടരണേ തുടരാം, വേണ്ടേ വേണ്ട പോകാം, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ എം മണിക്കുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇതിനകത്ത് കെട്ടിയൊന്നും വെക്കല്ല, പാർട്ടിക്കകത്ത് അയാൾ MLA, MP, മന്ത്രിയും എല്ലാം ആയതല്ലേ. 63 വർഷം പാർട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രസ്ഥാനം മുന്നോട്ട് പോകും, പോകുന്ന പോക്കാ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം നൽകിയ ഒരാളല്ലേ. എല്ലാം ഒന്നും നൽകിയത് കാറൽ മാർക്സും എംഗൽസുമാ. എല്ലാം നൽകിയത് കാറൽ മാർക്സ്, എംഗൽസ്. പിന്നെ എങ്ങനെ നോക്കാം, EMS ഒരുപാട്, ഇന്ത്യയിലെ P. സുന്ദരയ്യ, അവിടൊക്കെ വലിയ സംഭാവന ചെയ്ത് ഈ പ്രസ്ഥാനമാക്കിയതാണ്. അതിനകത്ത് ജി സുധാകരനും MM മണിയും ഇന്നുള്ള പാർട്ടിയുടെ ഞങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ അതിനൊക്കെ താഴെ പിന്നീട് വന്നവരാണ്. അവരെ ഓരോരുത്തരും അവരുടേതായ സംഭാവന ചെയ്തിട്ടുണ്ടാവും. MM മണി എനിക്ക് പറ്റുന്ന സംഭാവന ചെയ്തിട്ടുണ്ട്. കേക്കല്ലേ, അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. അവിടെ എന്താ പറയാൻ, അതൊക്കെ പാർട്ടി നേരിട്ടു. അത്ര MM മണിയെ MLA ആക്കി 10 വർഷം മന്ത്രിയാക്കി ഇടുക്കി ജില്ലയിൽ നിന്ന്. ആദ്യം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞാനാ മന്ത്രിയാണ്.